സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ 100 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. 3:2. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് എന്നാണ്. ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് എന്നറിയപ്പെട്ടിരുന്നത് ഏത് ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിങ് ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. എവിടത്തെയാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ കലാപം ഏതാണ്? സന്യാസി കലാപം പ്രമേയമാക്കിയിട്ട് ബങ്കിങ് ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സിലിക്കയാണ്. SiO2. സിലിക്ക. SiO2. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? പൈറക്സ് ഗ്ലാസ് ആണ്. പൈറക്സ് ഗ്ലാസ്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ ആണ്. ക്യാപ്റ്റൻ രാം സിംഗ് ടാക്കൂർ. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത KC ഏലമ്മയാണ്. KC ഏലമ്മ. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബോസ് ആണ്. രാജ് നാരായൺ ബോസ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന ശില്പം ഒഡീസിയാണ്. ഒഡീസി. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. ചലിക്കുന്ന ശില്പം ഒഡീസിയാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഏത് നൃത്തരൂപമാണെന്ന് കമൻറ്റ് ചെയ്യുക. സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൈനേറ്റ് ആണ്. സോഡിയം തയോസൈനേറ്റ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. സോഡിയം സിലിക്കേറ്റ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തി എന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ല. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഡൽഹി ഗാന്ധി C. കൃഷ്ണൻ നായരാണ്. C. കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. വടക്കു നിന്നുള്ള കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം. വടക്കു നിന്നുള്ള കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ഏത് ചുരമാണ്? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ഇടമലക്കുടി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഉറുദു ഭാഷയാണ്. ഉറുദു ഭാഷ. ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത. ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാക്കുന്നതും ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടൽ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്?
ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ചത് കാനഡയാണ്. ഏതിൻ്റെ അയിരാണ് ഗലീന? അയിരിൻ്റെ പേര് ഗലീന. ഏതിൻ്റെ അയിരാണ് ഗലീന? കറുത്തീയത്തിൻ്റെ അയിരാണ് ഗലീന, കറുത്തീയം. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? റിക്കറ്റ്സ് അഥവാ കണ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്, വിറ്റാമിൻ ഡി. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്, ക്ഷയം. ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ഇന്ത്യയുടെ മഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത് മൗലിക അവകാശങ്ങളെയാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് എന്ന് ചോദിക്കുമ്പോൾ മൗലിക അവകാശങ്ങളെയാണ്. ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബാലഗുരു എന്നറിയപ്പെട്ടത് വാഗ്ഭടാനന്ദനാണ്, വാഗ്ഭടാനന്ദൻ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്, മഞ്ചേശ്വരം പുഴ. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? ഏത് നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി? കൃഷ്ണരാജസാഗർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിൻ്റെ പേര്? കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിൻ്റെ പേരാണ് പ്രതീക്ഷ, മറൈൻ ആംബുലൻസ്, പ്രതീക്ഷ. റബ്ബറിൻ്റെ രാസനാമം, റബ്ബറിൻ്റെ രാസനാമം പോളി ഐസോപ്രീൻ, പോളി ഐസോപ്രീൻ, റബ്ബറിൻ്റെ രാസനാമം. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു, പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ലൈക്കോപ്പീൻ, പേര് ലൈക്കോപ്പീൻ. കാർഗിൽ യുദ്ധം നടന്ന വർഷം? കാർഗിൽ യുദ്ധം 1999 കാർഗിൽ യുദ്ധം നടന്നത്, 1999. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി, സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം? പ്രസാർ ഭാരതി 1997 പ്രസാർ ഭാരതി നിലവിൽ വന്നത്. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം, ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 2, ഡിസംബർ 2. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ 18 വയസ്സാണ് പൂർത്തിയാക്കേണ്ടത്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്, പശ്ചിമ ബംഗാൾ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ? റൈസോബിയമാണ്, ബാക്ടീരിയയുടെ പേര് റൈസോബിയം. നൈട്രജനെ എന്താക്കി മാറ്റുന്നു? നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടിയിലാണ്, കൊയിലാണ്ടി. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം, ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം സ്ഥിതികോർജമാണ്, സ്ഥിതികോർജം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കലാണ്, തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കൽ. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതായിരുന്നു? സിംല കരാറാണ്. സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. വർഷം 1972. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ
ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ദുരവസ്ഥ എന്നത് ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ കൃതിയാണ്. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരമാണ് അവശിഷ്ടാധികാരം എന്ന് അറിയപ്പെടുന്നത്. അവശിഷ്ടാധികാരം. 1958 ഒരണ സമരം നടന്നത് എവിടെയാണ്? ഒരണ സമരം നടന്നത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്. ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളിലാണ്. 17 ഭാഷകളിൽ. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ടത് 1.3 സെക്കൻഡാണ്. സൂര്യനിൽ നിന്നുമാണെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും, മൊത്തം 500 സെക്കൻഡ്. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? നഗോഡകൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്? ചതുപ്പ് വാതകം മീഥേനാണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം? ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം? ടേബിൾ ലാൻഡ് പീഠഭൂമിയാണ്. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം പീഠഭൂമി. ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്? ജൈവ വൈവിധ്യ സെൻസസ് എടവകയാണ്. എടവക. വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ച കവി? വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ചത് വയലാർ രാമവർമ്മയാണ്. വയലാർ രാമവർമ്മ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ ജില്ല? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയത് കൊല്ലം ജില്ലയിൽ നീണ്ടകരയിലാണ്. 1953. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്നാണ്? മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് 1891 ജനുവരി 1-നാണ്. 1891 ജനുവരി 1. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം? ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. മത്സ്യഫെഡിന്റെ വാർത്താപത്രിക? മത്സ്യഫെഡിന്റെ വാർത്താപത്രികയുടെ പേരാണ് മത്സ്യ. തീരദേശ സംരക്ഷണ ദിനം? തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി 1-ആണ്. ഫെബ്രുവരി 1. കേരളത്തിന്റെ വിസ്തീർണം? കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി? കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ? ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ശാന്ത സിൻഹ. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം? മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോസാപ്പിയൻസ്. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല? കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറമാണ്. മലപ്പുറം. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ്. ഹോസ്ദുർഗ്. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് ആരാണ്? കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ അസമിലെ ദിഗ്ബോയ് ആണ്. ദിഗ്ബോയ് ആണ്. ദിഗ്ബോയ് എവിടെയാണ്? അസമിലാണ്.
പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 1857. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആര്? മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ പങ്കെടുത്ത വർഷം. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ പങ്കെടുത്തത് 1893 1893. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട സമരമേതാണ്? ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട സമരമാണ് മുത്തങ്ങാ സമരം. മുത്തങ്ങാ സമരം. കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം. കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്നത് ഹീലിയമാണ്. ഹീലിയം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം സിംഹം. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി കാർബൺ നികുതി. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര്. ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം. മേൽമുണ്ട് സമരം എന്നറിയപ്പെട്ടത് ചാന്നാർ ലഹളയാണ്. കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകം. കൃഷ്ണ നദിയുടെയും ഗോദാവരി നദിയുടെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു തടാകം. കൊല്ലേരു. മിസ് വേൾഡ് മത്സരത്തിൻ്റെ ആപ്തവാക്യം. മിസ് വേൾഡ്. ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നാണ്. ബ്യൂട്ടി വിത്ത് എ പർപ്പസ്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനമേത്? വെർട്ടിസോൾ. കറുത്ത മണ്ണാണ് വെർട്ടിസോൾ എന്ന് അറിയപ്പെടുന്നത്. മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. ലോക നാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22 ഓഗസ്റ്റ് 22. സോഡാ വെള്ളത്തിലെ ലീനം ഏതാണ്? സോഡാ വെള്ളത്തിലെ ലീനം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീർ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ്. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. സൂയിസൈഡ് ബാഗുകൾ ലൈസോസോം. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര്. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗമാണ് ആംബ്ലിയോപ്പിയ. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗമാണ് ആംബ്ലിയോപ്പിയ. തുരിശിൻ്റെ രാസനാമം. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. വില്ലുവണ്ടി സമരം അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ ഏതാണ്? തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. അങ്ങനെയെങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ ഏതാണ്? റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങൾ. 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.